ഇത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന ഇവരെത്തിച്ചേർന്ന വെടിനിർത്തൽ, താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ എത്രമാത്രം ദുർബലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. കാരണം വെടിനിർത്തലിന് ശേഷം പരസ്പരം അസ്വീകാര്യമായിട്ടുള്ള നിബന്ധനകൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. അത് ഒട്ടും നിലനിൽക്കുന്നതല്ല. അതിനൊരു സ്ഥായിയായ സമാധാനം കൊണ്ടുവരുവാനുള്ള ശേഷിയില്ല എന്ന് വിളിച്ചു പറയുകയാണ് ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങൾ. വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാമെന്ന് ഇറാൻ സമ്മതിക്കുകയും അതേസമയം അമേരിക്ക പുതിയ ഉപരോധങ്ങൾ കപ്പൽ ഗതാഗതത്തിനും വ്യാപാരത്തിനും കൊണ്ടുവന്നതോടുകൂടിയാണ് സംഘർഷം ഒന്നുകൂടി മൂർച്ഛിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. UAE എടുത്ത ഒരു നിലപാട് ഒപ്പേക്കിൽ നിന്ന് മാറി നിന്നുകൊണ്ട്. അപ്പോ ഇന്നലെ അവിടെ ചില കപ്പലുകൾ, സൗത്ത് കൊറിയയുടെ ഒരു കപ്പൽ പോയപ്പോൾ അതിനെതിരെ, അമേരിക്കയുടെ സംരക്ഷണത്തിൽ പോയ കപ്പലിനെതിരെ ഇറാന്റെ അക്രമം ഉണ്ടായി. അതുപോലെ തന്നെ UAE ഒരു കപ്പലിൽ തീ പിടിച്ചിട്ടുണ്ട്. അതും ഇറാൻ മുഖേനയാണെന്ന് കരുതുന്നു. അപ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറാന്റെ ചെറുബോട്ടുകളെ, കപ്പലുകളെ ആക്രമിക്കുന്ന ചെറുബോട്ടുകളെ മുക്കിക്കളഞ്ഞുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഘർഷത്തിലാണ്, ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് UAE അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ഫീൽഡായിട്ടുള്ള ഫുജേറയിൽ ഡ്രോണോ മറ്റോ വീണ് അവിടെ തീ പിടിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. 2-3 പേര് മരിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടോട്ട് ഏകദേശം 12ഓളം മിസൈലുകൾ, ഇൻക്ലൂഡിംഗ് ക്രൂയിസ് മിസൈലുകൾ അയച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ വെടിനിർത്തലിനെ ഇല്ലാതാക്കി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പഴയതുപോലെ പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോ UAE അതിനെതിരെ വലിയ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിന്റെ ഡോം പ്രതിരോധ സംവിധാനമാണ് അങ്ങനെ വന്ന മിസൈലുകളെ തകർത്തത് അല്ലെങ്കിൽ പ്രതിരോധിച്ചത്. അതിൽ അമേരിക്കയും പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമാണ്, അമേരിക്ക കൂടുതലായിട്ട് ഏകദേശം $9 ബില്യൺ ആയുധ ഇടപാടുകൾ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. അപ്പം അവർ കൂടുതൽ പടക്കോപ്പുകൾ, സൈനിക സന്നാഹങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യയിൽ സ്വരുക്കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഒട്ടും ശുഭകരമായിട്ടുള്ള വാർത്തയല്ല. യുദ്ധങ്ങൾ അവസാനിച്ചു, വെടിനിർത്തൽ സമാധാനത്തിലേക്ക് പോകും, ഉടമ്പടി സാധ്യമാകും എന്ന് വിചാരിച്ചിടത്താണ് ഇറാൻ UAE ആക്രമിക്കുന്നത്. UAE ആണ് നിലവിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും വലിയ പങ്കാളി. UAEക്ക് ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുപോലെ തന്നെയാണ് ഒപ്പക്കിൽ നിന്ന് UAE പുറത്തു വരേണ്ടത് അമേരിക്കയുടെ കൂടി ഒരു നിശബ്ദ ആവശ്യമായിരുന്നു. അപ്പം അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പങ്കാളിയായിട്ടുള്ള UAE ഇറാൻ ആക്രമിക്കുക വഴി ഈ യുദ്ധത്തിൽ വെടിനിർത്തലിന്റെ ദുർബലത കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സംഘർഷപൂരിതമാകും. ഇത് കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ടു പോകാനുള്ള സാധ്യതകളുമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക സൗത്ത് കൊറിയയോട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറന്നു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സൈനിക സഹായം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഒരു യുദ്ധം സാധാരണഗതിയിൽ ചരിത്രപരമായിട്ട് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റ് രാജ്യങ്ങൾ ഇതിന്റെ പങ്കാളികളാകുമ്പോഴാണ്, ഇതിന്റെ ഭാഗമാകുമ്പോഴാണ് ഒരു യുദ്ധം കൈവിട്ടു പോവുകയും സങ്കീർണമാകുകയും സമാധാന ശ്രമങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഒട്ടനവധി രാജ്യങ്ങൾ ഇടപെട്ട പ്രശ്നം സങ്കീർണമാകുന്നത്. അത്തരത്തിൽ വേണം പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെ കാണേണ്ടത്. കാരണം കാര്യങ്ങൾ സങ്കീർണമാകുന്നു. ദുർബലമായിട്ടുള്ള വെടിനിർത്തൽ തുറന്ന യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. രാജ്യങ്ങൾ കൂടുതലായിട്ട് പടക്കോപ്പുകൾ തയ്യാറാക്കുന്നു. ഇരുകൂട്ടരും പരസ്പരം വെല്ലുവിളിക്കുന്നു. അപ്പൊ ഇത് വളരെ നമ്മൾ അവലോകനം ചെയ്താൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലയാണ്. നമ്മൾ രണ്ടാം ലോകയുദ്ധത്തിന്റെ ചരിത്രം എടുത്താലും മറ്റ് രാജ്യങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങളുടെ ചരിത്രം എടുത്താലും ഇത്തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടാണ് അത് വലിയ യുദ്ധത്തിലേക്ക് പോകുന്നത്. ഇത് തീർത്തും നിരാശപ്പെടുത്തുന്ന, തീർത്തും ആശങ്ക ജനിപ്പിക്കുന്ന, ഇപ്പോൾ തന്നെ ലോകത്തുണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒന്നുകൂടി സങ്കീർണമാക്കുന്ന. ഇപ്പൊ നമ്മൾക്കറിയാമല്ലോ, ഡോളറിന്റെ വിലയൊക്കെ നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറത്തേക്ക് മുന്നേറിക്കഴിഞ്ഞു. അതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. അപ്പം മനുഷ്യന്റെ ജീവനും സമ്പത്തിനും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും വിലക്കയറ്റം,
അങ്ങനെ കൂടുതൽ രാജ്യങ്ങളെ അതിൽ പങ്കാളികളാകുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഒമാനിലും മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സങ്കീർണമായ സാഹചര്യം തീർത്തും ആശാജനകമല്ല, നമ്മളേവരെയും പേടിപ്പെടുത്തുന്നതാണെന്ന് അടിവരയിട്ട് പറയാവുന്നതാണ്. തരത്തിലൊരു സമവായ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് ഇനി പോകാനുള്ളൊരു സാധ്യത അത് എത്രത്തോളമാണ്? സമാധാന ചർച്ച പൂർണ്ണമായി അവസാനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇരു കൂട്ടരും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ അടിസ്ഥാനപരമായിട്ട് താല്പര്യമില്ലാത്തവരെന്നാണ് ഞാൻ ഇപ്പോഴും വിലയിരുത്തുന്നത്. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികൾക്കും പരസ്പരം അസ്വീകാര്യമായിട്ടുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുമ്പോഴും ഈ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതിലുപരിയായി ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വളരെ വലുതാണ്. അപ്പം ഈ പരസ്പര വെല്ലുവിളി നടത്തുമ്പോഴും സമാധാനത്തിന്റെ സാധ്യതകളും പിന്നാമ്പുറത്ത് ആരായുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഒരു 14 ഇന വ്യവസ്ഥ ഇറാൻ മുന്നോട്ട് വെക്കുകയും അത് അമേരിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ പ്രത്യക്ഷത്തിൽ അത് അസ്വീകാര്യമാണെന്നും അതേസമയം അതിൻ്റെ അകത്ത് കൂടുതൽ നീക്കുപോക്കുകൾ നടത്തി ഒരു സമാധാന സാധ്യതയിലേക്ക് പോകുവാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ അമേരിക്ക അവരുടെ ആശങ്ക പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. അപ്പം പാകിസ്ഥാൻ വഴി അത് മീഡിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, അതേസമയം ഇവരെ സമ്മർദ്ദത്തിലാക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് കണ്ടത് ഇറാനെ ചുട്ടുകളയും അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കളയും, ഇതുവരെ ഞങ്ങൾ വരുത്തിയിരിക്കുന്ന നാശനഷ്ടങ്ങളെങ്ങും ഒന്നുമല്ല എന്ന ഭീഷണിയാണ് ട്രംപ് ഉയർത്തിയിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നത് സമാധാന ചർച്ചാ വേളയിൽ കാര്യങ്ങൾ അമേരിക്ക ശക്തമായി അവതരിപ്പിക്കുവാനും ഇറാനെ സമ്മർദ്ദത്തിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അവിടെ അല്ലെങ്കിൽ യുദ്ധം കൈവിട്ടു പോകുന്നു, വെടിനിർത്തൽ ദുർബലമാണ് എന്നൊക്കെ പറയുമ്പോഴും സമാധാന ശ്രമങ്ങൾ നടക്കും. അത് വിജയിക്കാനുള്ള സാധ്യതയാണ്. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിൽ ഉടനെ അത് തീരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ക്രമേണ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും വിലയിരുത്തുന്നതും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.